അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വാട്ടർ ടേബിളിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് എഫക്റ്റീവ് സ്ട്രെസ്സിൽ എന്ത് ചേഞ്ചാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിലേക്ക് റൈസ് ആവും തോറും എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റീവ് സ്ട്രെസ് റെഡ്യൂസ് ആവുന്നുണ്ട്. വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഏത് സ്ട്രാറ്റോ ആണോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്, എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ട പോയിന്റ് അതിന് താഴെയാണെങ്കിൽ, അവിടെ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് താഴെയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് എഫക്റ്റീവ് സ്ട്രെസ് ഇൻ എ സോയിൽ മാസ് അണ്ടർ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻസ്. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, വാട്ടർ ലെവൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് വാട്ടർ ടേബിൾ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും വാട്ടർ ടേബിളിൻ്റെ എപ്പോഴും, അതായത് ശരിക്കും സീപ്പ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ ലെവൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് എന്താണ്? വാട്ടർ ലെവൽ എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാനൊരു കണ്ടീഷൻ ഉണ്ട്, വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞാൽ എബോവ് ദ സോയിൽ സർഫസ് എ. അതായത് എനിക്കിവിടെ രണ്ട് ടൈപ്പ് സോയിൽ ഞാൻ എടുക്കുകയാണ്, സോയിൽ 1 ഉണ്ട്, സോയിൽ 2 ഉണ്ട്. അപ്പോൾ ഈ സോയിലിൻ്റെ സർഫസ് എ എന്ന് പറയുന്ന സർഫസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ സർഫസിന് മുകളിലാണ് എൻ്റെ വാട്ടർ ടേബിൾ. അപ്പോൾ എൻ്റെ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ ഏതാണ്? എന്താ, ഇവിടെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എൻ്റെ വാട്ടർ ടേബിൾ ഇരിക്കുന്നത്. ഓക്കെ, ഇതാണെന്ന് പറഞ്ഞാൽ എൻ്റെ വാട്ടർ ടേബിൾ. ആൻഡ് ഇവിടെ ഈ ഒരു പോർഷനിൽ ഫുള്ളും എന്താണ്? എൻ്റെ വാട്ടറാണ്. അതായത് സോയിൽ സർഫസിൻ്റെ ഇവിടെ നിന്നും ഈ എച്ച് ഹൈറ്റ് മുകളിൽ വരെ എന്തുണ്ട്? വാട്ടർ ടേബിൾ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് സോയിൽ ഇല്ല, പകരം എന്താണ് ഉള്ളത്? അവിടെ വാട്ടറാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ വാട്ടർ ആണെങ്കിൽ അവിടുത്തെ യൂണിറ്റ് വെയിറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഗാമ ഡബ്ല്യു ആണ് ഉള്ളത്. ഓക്കെ, ദെൻ സോയിൽ 1ൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് H1 ആണ്, ആൻഡ് സോയിൽ 2ൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് H2 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ എ എന്ന് പറയുന്ന സർഫസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, സോയിലിൻ്റെ എ എന്ന് പറയുന്ന സർഫസ് കാണിച്ചിട്ടുണ്ട്. ദെൻ ഓരോരോ സെക്ഷനായിട്ട് നമ്മൾ എടുക്കുന്നു. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോ ടൈപ്പ്, അതായത് ടോട്ടൽ സ്ട്രെസ്, പോർവാട്ടർ പ്രഷർ, എഫക്റ്റീവ് സ്ട്രെസ്, ഇത് ഇത്രയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആൻഡ് നമ്മളത് കണ്ടുപിടിക്കുന്നത് നമ്മളൊരു ഡയഗ്രമാറ്റിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം അറ്റ് സെക്ഷൻ എ എടുക്കുവാണ്. ഓക്കെ, എന്താണ് അറ്റ് സെക്ഷൻ എ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഈ അറ്റ് സെക്ഷൻ എയിൽ സിഗ്മ എത്രയാണ്, അതായത് ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് അതിന് മുകളിൽ എന്താണോ ഉള്ളത്, ആ സർഫസിന് മുകളിൽ എന്താണോ ഉള്ളത് അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ആ ഡെപ്ത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ എ എന്ന സർഫസിന് മുകളിൽ എന്താണുള്ളത്? വാട്ടർ ആണുള്ളത്. സോ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? ഇറ്റ് ഈസ് ഗാമ ഡബ്ല്യു ഇൻറ്റു അവിടുത്തെ യൂണിറ്റ് വെയിറ്റ് ഡെപ്ത് എത്രയാണ്? H ആണ്. ഓക്കെ, ഇനി യുവിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ ഞാനിപ്പോൾ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷനാണ്, ആൻഡ് ഞാൻ ഇവിടെ ഒരു പീസോമീറ്റർ കൊണ്ടുവച്ചാൽ അതിൽ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ ആയതുകൊണ്ട് ഏതുവരെ വാട്ടർ കയറും? അതിൻ്റെ വാട്ടർ ടേബിളിൻ്റെ ഹൈറ്റ് വരെ കയറും ആണല്ലോ. അപ്പോൾ ആ ഒരു ഡെപ്ത് എത്രയാണ്? ഇറ്റ് ഈസ് H ആണ് ആണല്ലോ. അങ്ങനെ യുവിൻ്റെ വാല്യൂ എന്ത് വരും? ഇറ്റ് ഈസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു എത്ര ഹൈറ്റിലാണ്, അതിന് പീസോമീറ്റർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് H. ഓക്കെ, ദെൻ ഇനി നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് സിഗ്മ ഡാഷ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് സിഗ്മ മൈനസ് യു, രണ്ടും സെയിം ക്വാണ്ടിറ്റി ഉണ്ട്. സിഗ്മ എന്ത് വരും? സിഗ്മ ഡാഷ് 0 വരും. അപ്പോൾ ഇതിന് എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അറ്റ് സെക്ഷൻ എ എന്നുള്ള സെക്ഷൻ ഞാൻ എടുക്കുവാണ്. ഓക്കെ, എ എന്നുള്ള സെക്ഷനിൽ ആദ്യം ഇവിടെ വാട്ടർ ടേബിളിൻ്റെ ഈ ഒരു പോയിന്റിൽ സിഗ്മ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവിടെ അതിന് മുകളിൽ ഞാനിപ്പോൾ സെക്ഷൻ എക്ക് മുന്നേ ഞാൻ ഈ ഒരു സെക്ഷനാണ്, ഈ ഒരു ടോപ്പ് സർഫസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഡെപ്ത് ഇല്ല അല്ലേ, അതിന് മുകളിൽ ഒരു സാധനവും ഇല്ല, അതുപോലെ അവിടെ ഡെപ്തും ഉണ്ടോ? ഇല്ല. സോ 0 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താണ് എഫക്റ്റീവ് സ്ട്രെസ്, ടോട്ടൽ സ്ട്രെസ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്, ഇവിടെ വരയ്ക്കുന്നത് ടോട്ടൽ സ്ട്രെസ് ആണ് കേട്ടോ. ടോട്ടൽ സ്ട്രെസ്, പോർവാട്ടർ പ്രഷർ, എഫക്റ്റീവ് സ്ട്രെസ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ ഇതിന് മുകളിൽ വേറെ മെറ്റീരിയൽ ഒന്നും ഇല്ല, വാട്ടറും ഇല്ല. സോ അവിടെ എന്താണ്? 0 ആണ് വരുന്നത് സിഗ്മയുടെ വാല്യൂ. പോർവാട്ടർ പ്രഷർ ഉണ്ടോ? ഇല്ലോ. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു എന്താണ് പീസോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടർ ടേബിളിൻ്റെ ലെവലിൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? ഹെഡ് കാണിക്കത്തുള്ളൂ. ഇവിടെ എന്താണ് വാട്ടർ ടേബിളിൻ്റെ അതേ ലെവലിലാണ് പീസോമീറ്റർ കൊണ്ടുവയ്ക്കുന്നത്. സോ അവിടെയും 0 ആയിരിക്കും വരുന്നത്. യുവിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇത് രണ്ടും 0 ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ സർഫസ് എയിൽ സിഗ്മയുടെ വാല്യൂ എന്താ കണ്ടുപിടിച്ചത്? ഗാമ ഡബ്ല്യു ഇൻറ്റു H ആണ് കണ്ടുപിടിച്ചത്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി, ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇതെന്ന് ഗാമ ഡബ്ല്യു ഇൻറ്റു H ആയിരിക്കും ആണല്ലോ. അങ്ങനെ പോർവാട്ടർ പ്രഷർ എത്രയാണ്? ഇറ്റ് ഈസ് ഓൾസോ ഗാമ ഡബ്ല്യു ഇൻറ്റു H. സോ അവിടെ നമുക്ക് എന്ത് എഴുതാം? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു ഇൻറ്റു H എന്ന് എഴുതാം. ബട്ട് സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ അവിടെ നമുക്ക് ഗ്രാഫ് ഒന്നും വരത്തില്ല. ഓക്കെ, ഇനി ഞാൻ അടുത്ത് സെക്ഷൻ ബി എടുക്കുവാണ്. ഓക്കെ, എന്താണ് അറ്റ്
സെക്ഷൻ ബി എടുക്കണം. ഓക്കെ, സെക്ഷൻ ബി എടുക്കുന്ന കേസിൽ എനിക്ക് അവിടുത്തെ ടോട്ടൽ സ്ട്രെസ് ആണ് വേണ്ടത്. ഓക്കെ, ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിന് മുകളിലുള്ള എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടോ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു അതിൻ്റെ ഡെപ്ത് ആണ് വേണ്ടത്. സോ ഇതാണ് ബി എന്നുള്ള സെക്ഷൻ. ഈ സെക്ഷൻ്റെ മുകളിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്, സോയിൽ ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എഴുതുന്നു. ആദ്യം ഞാൻ എന്ത് വാട്ടറിൻ്റെ എഴുതുന്നു. വാട്ടറിൻ്റെ എന്താണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണല്ലോ. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് അത് കഴിഞ്ഞ് ഇവിടെ എന്ത് ചെയ്യണം? സോയിലുണ്ട്. സോയിലിൻ്റെ ഇവിടെ ഇപ്പോൾ വാട്ടർ ടേബിളിന് താഴെയല്ലേ ഈ സോയിൽ വന്നേക്കുന്ന. സോ ഞാൻ അതിനെ അവിടുത്തെ യൂണിറ്റ് വെയിറ്റ് എന്താണ്? ഗാമ സാറ്റ് 1 എന്നും ഇവിടുത്തെ യൂണിറ്റ് വെയിറ്റിനെ ഗാമ സാറ്റ് 2 എന്നും ഞാൻ ഡിനോട്ട് ചെയ്യണം. അതായത് സോയിൽ 1 എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ആണ്. സോ ഗാമ സാറ്റ് 1 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. സോയിൽ 2 എന്ത് തന്നെയാണ്? വാട്ടർ ടേബിളിന് താഴെയാണ്, സാച്ചുറേറ്റഡ് തന്നെയാണ്. സോ ഗാമ സാറ്റ് 2 എന്ന് എഴുതി. അപ്പോൾ എനിക്കിവിടെ സെക്ഷൻ ബി എടുക്കുമ്പോൾ അതിന് മുകളിൽ എന്തുണ്ട്? സോയിൽ 1 സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. സോ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? ഗാമ സാറ്റ് 1 ഇൻറ്റു എത്ര ഡെപ്തിലാണ്? H1 ഡെപ്തിലാണ്. സോ നമുക്ക് ഇവിടെ എഴുതാം ഗാമ സാറ്റ് 1 ഇൻറ്റു എന്താണ്? H1 എന്ന് എഴുതി. ഓക്കെ, ദെൻ യുവിൻ്റെ വാല്യൂ പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ആയിട്ടൊരു പീസോമീറ്റർ കൊണ്ട് കണക്ട് ചെയ്താൽ എന്താണ്? ഇവിടെ ആയിട്ട് ഒരു പീസോമീറ്റർ കൊണ്ട് കണക്ട് ചെയ്താൽ ഏത് ഡെപ്തിലായിരിക്കും വാട്ടർ കാണിക്കുന്നത്? ഇവിടെ ആയിട്ട് ഞാൻ ഒരു പീസോമീറ്റർ കൊണ്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ വാട്ടർ ടേബിൾ വരെയും കാണിക്കും. സോ അത് എത്രയാണ്? H1 പ്ലസ് H ആണല്ലോ. അതായത് ഈ ടോട്ടൽ ഡെപ്ത് ഈ H1 പ്ലസ് H ഈ ഒരു ഡെപ്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ പീസോമീറ്ററിൽ റീഡിങ് കാണിക്കുന്നത്. സോ നമുക്ക് എഴുതാം ഗാമ ഡബ്ല്യു ദാറ്റ് ഈസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ആ ഡെപ്ത് എത്രയാണ്? H പ്ലസ് H1. ഓക്കെ അല്ലേ? ദെൻ നമുക്കിനി വേണ്ടത് എഫക്റ്റീവ് സ്ട്രെസ് ആണ് വേണ്ടത്. അതായത് സിഗ്മ മൈനസ് യു ആണ് വേണ്ടത്. സിഗ്മ മൈനസ് യു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് ഗാമ സാറ്റ് 1 H1 മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് H1 എന്ന് വരും. ഓക്കെ, ഇതിനകത്ത് ഈ ഗാമ ഡബ്ല്യു എച്ചും ഇവിടുത്തെ മൈനസ് ഗാമ ഡബ്ല്യു എച്ചും 0 ആകും. ഇനി ഗാമ സാറ്റ് 1 H1 മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു H1 എന്ന് വരും. അതെന്താണ്? നമ്മുടെ ഗാമ ഡാഷ് അതായത് ഗാമ സബ് ഇൻറ്റു H1 എന്നല്ലേ? ഗാമ 1 സബ് 1. അതായത് ഇവിടുത്തെ സോയിൽ 1ൻ്റെ സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണ് ഗാമ 1 ഡാഷ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തത്. എന്താണ്? സോയിൽ 1ൻ്റെ സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ദാറ്റ് ഈസ് ഗാമ 1 ഡാഷ് ഇൻറ്റു H1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് സെക്ഷൻ ബി എഫക്റ്റീവ് സ്ട്രെസ് എത്രയാണ്? ഇറ്റ് ഈസ് ഗാമ 1 ഡാഷ് ഇൻറ്റു H1 ആണ്. അപ്പോൾ ഇത് നമ്മളിവിടെ വരയ്ക്കാൻ നേരത്തെ എന്ത് വരും? ഇവിടെ ആയിട്ടതാ ഇങ്ങനൊരു ലൈൻ വന്നു. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് അത് എത്രയായിരിക്കും? ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ് സെക്ഷൻ ബി സിഗ്മയുടെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്. എത്രയാണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് ഗാമ സാറ്റ് 1 H1 ആണല്ലോ. ദെൻ അടുത്ത പോർ വാട്ടർ പ്രഷർ എത്രയാണ് വന്നത്? ഇറ്റ് ഈസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് H1 ആണ് വന്നത്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എത്ര വരും? ഇറ്റ് ഈസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് H1 എന്ന് എഴുതി. ഇനി എഫക്റ്റീവ് സ്ട്രെസ്സിന് വാല്യൂ ഉണ്ടല്ലോ. എത്രയാണ്? ഗാമ 1 ഡാഷ് ഇൻറ്റു H1 ആണ്. സോ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു ആൻഡ് ഈ ഒരു ലെവലിലാണ് ആ ഒരു വാല്യൂ വരുന്നത്. സോ ഞാൻ എന്ത് എഴുതി? ഗാമ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗാമ 1 ഡാഷ് ഇൻറ്റു H1 അതായത് ഫസ്റ്റ് സോയിലിൻ്റെ സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു H1 അതിൻ്റെ ഡെപ്ത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത് സെക്ഷൻ CC എടുക്കുകയാണ്. അറ്റ് സെക്ഷൻ CC ഓക്കെ, അപ്പോൾ അറ്റ് സെക്ഷൻ CC ഞാൻ എടുത്തു കഴിഞ്ഞാൽ അറ്റ് സെക്ഷൻ CC സിഗ്മയുടെ വാല്യൂ എന്തായിരിക്കും? CC എടുക്കുമ്പോൾ അതിന് മുകളിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടോ അതിൻ്റെ എല്ലാം യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഡെപ്ത് ആണ്. അപ്പോൾ ആദ്യം ഏറ്റവും മുകളിലായിട്ട് വാട്ടർ ഉണ്ട്. വാട്ടർ എത്ര ഡെപ്തിലാണ്? ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ഡെപ്തിലാണ്. ദെൻ അതിൻ്റെ താഴെ സോയിൽ സാച്ചുറേറ്റഡ് സോയിൽ 1 ഉണ്ടല്ലേ. അപ്പോൾ ഗാമ സാറ്റ് 1 H1 പ്ലസ് ഇനി എന്തുണ്ട്? ഈ സോയിൽ 2 സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുമല്ലേ. സോ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഗാമ സാറ്റ് 2 ഇൻറ്റു ആ ഡെപ്ത് എത്രയാണ്? H2. ദെൻ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു ഇൻറ്റു പീസോമീറ്ററിൽ എത്ര ഹെഡ് കാണിക്കുന്നു എന്നുള്ളതാണ്. സോ അതിവിടെ എത്ര വരും? ഇവിടെ ആയിട്ട് ഞാൻ ഒരു പീസോമീറ്റർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വാട്ടർ ടേബിളിൻ്റെ അതേ ഡെപ്ത് തന്നെയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? H പ്ലസ് H1 പ്ലസ് H2 ടോട്ടൽ ഡെപ്ത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് യു ചെയ്യുക. അത് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എന്ത് വരും? നമുക്ക് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് മൈനസ് ഗാമ ഡബ്ല്യു എച്ച് അതെന്ത് ചെയ്യും? 0 ആയി. ഗാമ സാറ്റ് 1 H1 മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു H1 അപ്പോൾ എന്ത് വരും? ഗാമ സബ്മർജ്ഡ് ആയില്ലേ. അതായത് ഗാമ 1 സബ്മർജ്ഡ് ഇൻറ്റു H1
ഓക്കെ, അതേ ഇൻറ്റു H1 പ്ലസ് അടുത്ത് ഗാമ സാറ്റ് ടു H2 മൈനസ് ഗാമ WH2 എന്ന് പറയുകയാണെങ്കിൽ ഗാമ സമ്മർജ്ഡ് 2 ആണല്ലോ ഇൻറ്റു H2 എന്ന് വരും. സോ ഇവിടുത്തെ നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം. ഫസ്റ്റ് സെക്ഷൻ CC ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗാമ W ഇൻറ്റു H പ്ലസ് ഗാമ സാറ്റ് H1 പ്ലസ് ഗാമ സാറ്റ് ടു H2. ഏത് ഡിസ്റ്റൻസ് ആണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ദെൻ അടുത്തന്നെ യുവിൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് ഗാമ W ഇൻറ്റു H പ്ലസ്. അപ്പോൾ ഈ ഒരു വാല്യൂ ആയിരിക്കും ഇവിടുത്തെ ബേസിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കോ ഈ ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. സിഗ്മ എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതേപോലെ ഇനി വാട്ടർ ടേബിൾ ഇപ്പോൾ എവിടെയാണ് വന്നത്? ഈ എ എന്നുള്ള സർഫസിന് മുകളിലാണ് വന്നത്. ഇനി അപ്പോൾ അടുത്ത കണ്ടീഷൻ നമുക്ക് എന്ത് കൊടുക്കാം? ഈ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് എയിലെത്താം, അല്ലെങ്കിൽ വാട്ടർ ടേബിൾ സോയിൽ 1 എവിടെയെങ്കിലും ഇരിക്കുന്നു, അല്ലെങ്കിൽ വാട്ടർ ടേബിൾ സോയിൽ 2 ഇരിക്കുന്നു. ഇങ്ങനെ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എല്ലാം ഇതേപോലെ ഡയഗ്രാം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡയഗ്രാം അറിഞ്ഞിരിക്കണം, ആ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും അറിഞ്ഞിരിക്കണം. ഇത് വളരെ സിമ്പിളാണ്. ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ത് ചെയ്യണം? ഏത് ലെവലിലെയാണോ ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഇപ്പോൾ BB എന്ന ലെവലിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ അതിന് മുകളിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടോ അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു അതിൻ്റെ ഡെപ്ത് എന്നാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ ഗാമ W ആണ് വരുന്നത്, ഇൻറ്റു അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ H വന്നു. ദെൻ അതേ പ്ലസ് ഇതിൻ്റെ സോയിൽ 1ൻ്റെ ഗാമ സാറ്റ് ആണ് അല്ലേ, കാരണം വാട്ടർ കാരണം ഇവിടെ എല്ലാം സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഗാമ സാറ്റ് 1 ഇൻറ്റു H1. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? B എന്നുള്ള ലെവലിൽ ടോട്ടൽ സ്ട്രെസ് ആയി. പോർ വാട്ടർ പ്രഷർ ആണെങ്കിൽ എന്ത് വരും? വാട്ടർ ടേബിളിൻ്റെ അതേ ഹൈറ്റിലായിരിക്കും ഇപ്പോൾ പീസോമെട്രിക് ഹെഡ് കാണിക്കുന്നത്. സോ ഗാമ W ഇൻറ്റു ആ പീസോമെട്രിക് ഹെഡ് എത്രയാണോ അത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് റിലേറ്റഡ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അനുവിനെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് കൺക്ലൂഷൻസ് ആണ് പറയുന്നത്. വാല്യൂ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഇൻസൈഡ് ദ വാട്ടർ ഈസ് ഓൾവേസ് 0. ഓക്കെ, വാട്ടറിന് അകത്ത്, അതായത് നമ്മളിവിടെ ഇവിടെ എഫക്റ്റീവ് സ്ട്രെസ് വാട്ടറിൻ്റെ അകത്ത് എഫക്റ്റീവ് സ്ട്രെസ് എന്താണ്? 0 ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ. എന്താണ്? വാല്യൂ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഇൻസൈഡ് ദ വാട്ടർ. ഇതാണ് വാട്ടറിൻ്റെ ഡെപ്ത് അല്ലേ. അത്രയും ഡെപ്തിൽ എന്തായിരുന്നു? എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. ഇനി എഫക്റ്റീവ് അറ്റ് ബെഡ് ലെവൽ ഓഫ് പോണ്ട് or river is always 0 irrespective of height of water in pond. Okay, എഫക്റ്റീവ് സ്ട്രെസ് ആണ്. എന്താണ്? പോണ്ടിലും റിവറിലും എഫക്റ്റീവ് സ്ട്രെസ് എന്തായിരിക്കും? അപ്പോൾ 0 ആയിരിക്കും. കാരണം എന്താണ്? ആ വാട്ടർ പോണ്ടിലും എല്ലാം മുകളിലായിട്ട്, സോയിലിന് മുകളിലായിട്ട് എന്തായിരിക്കും? ഇതേപോലെ വാട്ടർ ആയിരിക്കും. ഇത്രയും ഡെപ്തിൽ സോയിലാണെങ്കിൽ ഇത്രയും ഡെപ്തിൽ എന്ത് വേണം? അവിടെ വാട്ടർ കാണും. സോ ആ സമയത്ത് പോണ്ടിൻ്റെ സർഫസിൽ പോണ്ടിൻ്റെയും എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് ബെഡ് ലെവൽ ഓഫ് പോണ്ട്. അപ്പോൾ ബെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സോയിൽ വരുന്ന ലെവലാണ്, അതാണ് ബെഡ് ലെവൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് മുകളിലേക്ക് എന്തായിരിക്കും? അവിടെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ പോണ്ട്. ഈ പോണ്ടിൽ എത്ര വാട്ടർ ഉണ്ടെന്ന് നമ്മളവിടെ പറയുന്നില്ല. ഓക്കെ, അതിന് ഇറസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും അവിടുത്തെ വാല്യൂ വരുന്നത്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് എന്തായാലും എന്താണ്? പോണ്ടിലും റിവറിലും ബെഡ് ലെവൽ വരെ എന്തായിരിക്കും? 0 ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ പോണ്ട്. ഇനി എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് എനി പോയിന്റ് ഇൻ ദ സോയിൽ സ്ട്രാറ്റ വുഡ് ബി സെയിം അറ്റ് എവറി സീസൺ. അപ്പോൾ സോയിൽ സ്ട്രാറ്റയിൽ ഏത് സീസണിൽ എടുത്താലും എന്തായിരിക്കും? എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി ഇത് റിലേറ്റഡ് നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് എഴുതിയേക്കുക കേട്ടോ. മറൈൻ സോയിൽ ഡെപ്പോസിറ്റ്സ് വിച്ച് ആർ അണ്ടർ എ വെരി ലാർജ് ഡെപ്ത് ഓഫ് വാട്ടർ ഹാവ് എ ലോ എഫക്റ്റീവ് സ്ട്രെസ് ആൻഡ് കറസ്പോണ്ടിംഗ്ലി ലോ ഷിയർ സ്ട്രെങ്ത്. അപ്പം മറൈൻ സോയിൽ ഡെപ്പോസിറ്റ്സ്, അതായത് നമ്മുടെ എന്താണ് സീയിൽ വാട്ടർ ലെവൽ ഇതാണെങ്കിൽ മറൈൻ ഡെപ്പോസിറ്റ്സ് ഭയങ്കര താഴെ ഡെപ്തിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, പക്ഷേ അതിനെന്തായിരിക്കും? എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിരിക്കും. എന്താണ്? ഈ വാട്ടറിൻ്റെ ഡെപ്ത് ഇത്ര ഉണ്ടെങ്കിൽ പോലും അവിടെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെങ്ത് എന്തായിരിക്കും? ലോ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ദ ടോട്ടൽ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ്സസ് അറ്റ് എ ഡെപ്ത് ഓഫ് 5 meter ബിലോ ദ ടോപ്പ് ലെവൽ ഓഫ് വാട്ടർ ഇൻ എ പോണ്ട് ആർ. ഓക്കെ, അപ്പോൾ ഒരു ടോട്ടൽ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് എ ഡെപ്ത് ഓഫ് 5 meter ബിലോ ദ ടോപ്പ് ലെവൽ ഓഫ് വാട്ടർ. അപ്പോൾ നമ്മുടെ വാട്ടറിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിന് താഴെ 5 meterൽ ഞാൻ എന്ത് ചെയ്തു? ഒരു സെക്ഷൻ എടുക്കുകയാണ്, എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഈ ഇവിടത്തെ എന്താണ് ടോട്ടൽ സ്ട്രെസ്സും എഫക്റ്റീവ് സ്ട്രെസ്സും ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? ടോട്ടൽ ആൻഡ് എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് എ ഡെപ്ത് 5 meter ബിലോ ദ ടോപ്പ് ലെവൽ ഓഫ് വാട്ടർ ഇൻ എ പോണ്ട്.
പോണ്ടാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴേ നമുക്ക് പറയുന്നതാണ് എഫക്റ്റീവ് സ്ട്രെസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു പോണ്ടിലാണെങ്കിലും റിവറിലാണെങ്കിലും എന്താണ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഡെപ്തിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ നമുക്ക് ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിന് മുകളിൽ എന്താണോ സാധനങ്ങളുള്ളത് അതിൻ്റെ എല്ലാം യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഡെപ്ത്. ഇതിൻ്റെ മുകളിൽ എന്താണ് ഉള്ളത്? വാട്ടർ ആണുള്ളത്. വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? ഇറ്റ് ഈസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് എത്രയാണ്? ഇറ്റ് ഈസ് 5 മീറ്റർ. അപ്പോൾ ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 10 ഇവിടെ ഇപ്പോൾ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് വേണ്ടത്. സോ ഞാൻ ഇവിടെ എടുക്കുന്ന ഗാമ ഡബ്ല്യുടെ വാല്യൂ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു 5 ആണ്. ദാറ്റ് ഈസ് 5000 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എഫക്റ്റീവ് സ്ട്രെസ് എന്താണ്? ഇവിടെ 0 ആണ്. കാരണം എന്താണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ടർ ലെവലിൽ നിന്നും 5 മീറ്റർ താഴെ എന്നേ പറയുന്നുള്ളൂ, സോയിലിൽ എത്തിയെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ വാട്ടറിൻ്റെ ആ ഒരു ലെവലിൽ എന്ത് തന്നെയായിരിക്കും? എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് ബെഡ് ലെവൽ ഓഫ് പോണ്ട് ഓർ റിവർ ഈസ് ഓൾവേസ് 0 ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ പോണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വാട്ടർ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു കണ്ടീഷനിൽ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഈ സോയിൽ എൻ്റെ മുകളിലായിരുന്നു. ഇനി അത് ആ ഒരു വാട്ടർ ടേബിൾ സോയിൽ എയുടെ സർഫസിൽ വരുവാണെങ്കിൽ എന്താണ് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും എഫക്റ്റീവ് സ്ട്രെസ്സും ടോട്ടൽ സ്ട്രെസ്സും പോർ പ്രഷറും ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.